നിങ്ങളുടെ ഒരു യാത്ര ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടതാണ്. നിങ്ങൾ ഗൾഫ് പ്രോഗ്രാമാണ്, അമേരിക്കയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ചാണ് എടുത്തുകൊണ്ട് എയർപോർട്ടിൽ പോകുന്നത്. ആ ഒരു യാത്ര എങ്ങനെയാണ്, നിങ്ങൾ തമ്മിലുള്ള ഒരു വൈബ് എങ്ങനെയായിരുന്നു? ഇപ്പം കാണാനുള്ള എന്ന് പറയണില്ലേ, അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അതാണ് ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്ന് പറയുന്നത്. ബോഡി ഷെയിം ചെയ്യാൻ പാടില്ല. ഞാൻ അവനും കൂടി ചെയ്യുമ്പോൾ അവൻ എഴുതി ഉണ്ടാക്കുന്ന കോമഡികളാണ്. ഞാൻ ചെറിയവനാണ്, നീ വലിയവനാണ്. അപ്പം അവൻ എങ്ങനെയാണ് നമ്മൾ കോംബോ വരുന്നത്? അവൻ പറയും ഞാൻ ചെയ്യണതൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുമോ നോക്കും. ഞാൻ പറയും നീ എന്ത് ചെയ്താലും ഞാൻ ചെയ്യുമെന്ന് പറയും. അവൻ ചെയ്യുന്നതൊക്കെ ഞാൻ ചെയ്യും. ലാസ്റ്റ് അവൻ കാലിൻ്റെ അടി കൂടി എൻ്റെ പോകും. അപ്പോൾ അവൻ പറയും അവൻ കാല് വെച്ചിട്ട് എൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടി പോകാൻ പറ്റുമോ? അത് പറ്റൂല. അപ്പം തന്നെ ചെറിയവനെ കളിയാക്കി, ബോഡി ഷേമിങ്. പിഷാരടിക്കും ധർമ്മനും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. താഴ്ന്ന ജാതി വരെ അതിൻ്റെ അകത്ത് വിഷയമാണ്. അപ്പോൾ അത്രയ്ക്ക് വിഷാംശമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. നമ്മൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ടൊരു കൂട്ടം ആൾക്കാർ ഫ്രസ്ട്രേറ്റഡായിട്ട് നിൽക്കുകയാണ്. നമ്മളിത് സൗഹൃദത്തിലുണ്ടാക്കുന്ന കോമഡികൾ ഇപ്പോഴത്തെ റൈറ്റലിൻ്റെ റൈറ്റേഴ്സ് ഇപ്പോൾ ഈ പരിപാടി ചെയ്യുന്നവർ പോലും 100 ചിന്തകളാണ് ഓർക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു ഹാസ്യം ഉണ്ടാവുന്നില്ല. ഒരു ഹ്യൂമർ ഉണ്ടാക്കണമെങ്കിൽ 4 ഭാഗത്ത് നിന്ന് ചിന്തിക്കണം. ഒന്ന് പൊളിറ്റിക്കൽ പ്രശ്നമുണ്ടോ, കറക്റ്റ്നെസ് ഉണ്ടോ, ബോഡി ഷേമിങ് ഉണ്ടോ, നിറത്തിനെ കളിയാക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി വന്നിട്ടൊരു കോമഡി വരുമ്പോഴേക്കും ഒരുപാട് ചിരിക്കാനുള്ള അവസരമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ കോമഡി എന്ന് പറയുന്നത് കാണുക, കേൾക്കുക, മറന്നു കളഞ്ഞേക്കുക, അങ്ങനെ പാടുമോ? ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നിൽക്കരുത്. ചെറിയവനെ കളിയാക്കി, മറ്റവനെ ഇല്ലിച്ചിരിക്കുന്നവനെ കളിയാക്കി. ഈ ലോറൽ ആൻഡ് ആർഡി ചെയ്തിരുന്ന അതാണ്. ചാർലി ചാപ്ലിൻ വേദനകളിലൂടെയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പം അത് മാറിയിട്ട് ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഏത് സമയത്തും ഒരു വർഗീയ ലഹള പൊട്ടിപ്പുറപ്പെടാവുന്ന രീതിയിൽ ഇങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ നമുക്ക് ആ ഒരു തർക്കത്തിനോ അല്ലാണ്ട് നമ്മൾ അങ്ങനെ ഒരു തർക്കത്തിന് പോയിട്ടും കാര്യമില്ല. നമ്മളത് തർക്കിച്ച് ജയിക്കേണ്ട ആവശ്യമില്ല. അത് ആസ്വദിക്കുന്നവരാശം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പക്രു ഞാനും കൂടി ഉള്ളൊരു കോമ്പോസ് കുറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് സിനിമ ഇപ്പോൾ അതിൻ്റെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഷൂട്ട് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. കുഞ്ഞൂട്ടൻ 916 നല്ലൊരു പടമാണ്. ഡബിങ്ങിലേക്ക് പോകാമെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഡബിങ് ഒക്കെ കഴിഞ്ഞു. ഡബിങ് കഴിഞ്ഞു അല്ലേ? അപ്പോൾ ആ ഒരു മേഖല വലിയ സ്ക്രീനിലേക്ക് പോവാം. അവിടെ ബോഡി ഷെയിം ചെയ്യണല്ലോ. അവിടെ അവൻ ഭയങ്കര കഴിവുള്ളവനായിട്ട് കാണിക്കുക. അല്ല, ഇത് ഞാൻ ചോദിച്ചത് കൃത്യമായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത്. അതെ, നമ്മൾ ഇപ്പോൾ പേഴ്സണലായിട്ട് മെസ്സേജുകൾ വരുന്നു, നീ അവനെ വിറ്റ് കാശുണ്ടാക്കുന്നു. പിഷാരടിക്ക് എന്തുമാത്രം ഇതാണ് ആക്രമണം ഉണ്ടായത്, അവൻ താഴ്ന്ന ജാതിയാണ്, ഇവൻ അമ്പലവാസിയാണെന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര പ്രശ്നം. അപ്പോൾ അത് അത്രയും വിഷാംശം കലർന്നുപോയി. ഈ പുഴയിൽ പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്ന ആളാണ്. അതിൻ്റെ അകത്ത് കുറേ ഫാക്ടറി കലങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ കലങ്ങിയതുപോലെ ഇതുപോലത്തെ മാലിന്യം കലങ്ങിയിട്ട് മനുഷ്യൻ്റെ മനസ്സുകൾ സങ്കുചിതമായി പോയി. തീർച്ചയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ മമ്മൂക്കാടെ കൂടെയും ലാലേട്ടൻ്റെ കൂടെയൊക്കെ അഭിനയിക്കുന്നു. ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്ന സ്ഥലത്ത് ഇരിക്കാൻ വരെ എത്തിപ്പെട്ടി. ആ എത്തിപ്പെടലിന് ഒത്തിരി കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. അതെ. ഒത്തിരി യാത്രകളുണ്ടായിരുന്നു അല്ലേ? ആ യാത്രകൾ ഓർത്തെടുക്കുകയാണെങ്കിൽ അവിടേക്കൊന്ന് എത്താൻ വേണ്ടി ആഗ്രഹിച്ച സമയത്ത് എന്നിട്ട് എനിക്ക് ഒരു കഴിവുള്ള നീ അങ്ങോട്ട് വന്നു എന്ന് പറയാൻ ആളുണ്ടായിരുന്നു. അത് മമ്മൂക്ക തന്നെയാണ് നമ്മൾ. പക്ഷേ ഇപ്പം കണ്ടില്ലേ, മമ്മൂക്കനെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്ന സിനിമകളിൽ ഫൈറ്റ് ചെയ്ത് ഈ ടിനി ടോമാണെന്നും പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്ത് ആകെ 3 പടത്തിൽ ബോഡി ഇത് മാത്രമായിട്ടാണ് ഞാൻ ചെയ്തത്. പല പടങ്ങളിലും ഈ പേരും പറഞ്ഞിട്ട് ഞാൻ ഈ അടുത്ത് കണ്ണൂർ സ്ക്വാഡിൻ്റെ ലൊക്കേഷനിൽ മമ്മൂക്കനെ കാണാൻ ചെന്നപ്പോൾ നീ ഇപ്പം എൻ്റെ അടുത്തിരുന്ന ആൾക്കാർ പറയും എൻ്റെ ഫൈറ്റ് ചെയ്തത് നീയാണെന്ന്. കാരണം അത്രയ്ക്ക് വേദനിപ്പിക്കുക എന്നുള്ളതാണ്. ഒരാളെ വേദനിപ്പിക്കാൻ, ഒരു കലാകാരൻ നശിച്ച് കാണാൻ വലിയ ആഗ്രഹം കുറേ പേർക്ക്. അങ്ങനെ കുറച്ച് പേരുണ്ട് അങ്ങനെ. അദ്ദേഹം സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് എത്ര തവണ റിപ്പീറ്റ് ചെയ്താലും വീണ്ടും എനിക്ക് അയച്ചു തരും തല വെച്ചിട്ട്. ഇപ്പോൾ ടർബോൻ്റെ വരെ എനിക്ക് അയച്ചു തന്നു ഫൈറ്റ് ചെയ്തത് ഇതാണെന്നും പറഞ്ഞിട്ട്. മമ്മൂക്ക തന്നെ അദ്ദേഹം ലാലേട്ടൻ ചിലപ്പോൾ ഈസി ആയിട്ടായിരിക്കും സിനിമയിൽ അഭിനയിക്കുന്നു പോകുന്നത്. ഇദ്ദേഹം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഓരോ റോളുകൾ, അതിനെ സ്കെച്ച് ചെയ്യുന്നത്, ഇത് അത്രയും കഷ്ടപ്പെട്ട് ഫൈറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ അത് എന്നെയാണ് ബാധിക്കുന്നത്. മമ്മൂക്കയുടെ ഒരു സിനിമയിൽ ഞാൻ ഭാഗമാകാൻ പോലും പറ്റാത്ത അവസ്ഥയും. ഞാൻ ആദ്യം ഇതിനെ മറ്റേ ഡൂപ്പാക്കാൻ വേണ്ടിയാണ് കൊണ്ടുവരുന്നത്. എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടും ജനങ്ങളോട് പറഞ്ഞിട്ട് അത് മനസ്സിലാകുന്നില്ല. അത് ഈ ഫാൻ ഫൈറ്റിൽ പറ്റുന്നതാണ്. 3 പടത്തിൽ എൻ്റെ ബോഡി ഉപയോഗിച്ചു എന്നല്ലാണ്ട് അദ്ദേഹം ചെയ്യുന്ന റിസ്കി ഷോട്ടുകളിലൊന്നും ഭാഗമല്ല ഞാൻ. അത് അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ദൈവം കൊടുത്തിരിക്കുന്നൊരു ശക്തിയാണ്. നമുക്കറിയാലോ മമ്മൂക്കയുടെ ഓറ എന്താണെന്നുള്ളത്. അത് പ്രാർത്ഥനയിലൂടെ തന്നെ സ്വായത്തമാക്കിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് സിനിമയിൽ കഷ്ടപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ നിൽക്കില്ല. അദ്ദേഹം ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല, എത്ര സഹായങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഞാൻ ടെർബോയുടെ സ്റ്റണ്ട് മാസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ 95% മമ്മൂക്ക തന്നെയാണ് ചെയ്ത് ഇതിനകത്തേക്ക്. ഒരു ഡൂപ്പ് പോലും വേണ്ട എന്ന് പറഞ്ഞു. ഒന്ന് വീട് കിടന്നപ്പോൾ പുള്ളി കേൾക്കാൻ പറ്റുമെന്നൊരു സംശയം വന്നപ്പം മമ്മൂക്കാരുടെ അടുത്ത് പോയി ചോദിച്ചു ഒരാളെ മാറ്റുമ്പോൾ പുള്ളി പറഞ്ഞു വേണ്ട ഞാൻ ചെയ്തോളാം.
ആ മമ്മൂക്കായെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ ടിനിക്കെതിരെ അപ്പൊ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കണ്ടേ. അദ്ദേഹത്തിന്റെ സിനിമകളിലും അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരിക്കാൻ പറ്റുള്ളൂ എനിക്ക്. ഞാനും എപ്പോഴും മെസ്സേജ് വിടാറുണ്ട്, എനിക്ക് തിരിച്ച് മെസ്സേജസ് വിടാറുണ്ട്, അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഞങ്ങൾ നല്ല സൗഹൃദത്തിലാണ്. അദ്ദേഹത്തിന് ഒരു ശതമാനം പോലും വേദനിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം വരും. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ പേര് വെച്ചാൽ വേദന. അതെ 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 അതെ. നമ്മളെ രണ്ട് മമ്മൂക്കായും നിങ്ങളും മനസ്സാവാച കർമ്മട അറിയാത്ത സംഭവത്തിനാണ് വേദനിപ്പിക്കുന്നത്. അത് ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെയാണ്. അല്ല, അത് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ആൾക്കാർക്ക് ഒരു കലാകാരൻ വേദനിക്കുന്നത്, ഒരു കലാകാരൻ നശിഞ്ഞു കാണുന്നത്, അത് അവർക്ക് വേറെ കഴിവില്ലാത്തതുകൊണ്ടാണ്. അവർ വേറെ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ സാധിക്കും. ഇത് കാലത്ത് തന്നെ എഴുന്നേൽക്കുന്നത് ഇതിനു വേണ്ടി. ഇന്നൊരുത്തനെ കൊല്ലാം, എല്ലാവരും കൂടി വാ വരൂ, അവനിട്ട് അവന് സൈബർ അത് കഴിയുമ്പോൾ പിറ്റേ ദിവസം അടാ ഇന്ന് ഒരുത്തനെ കിട്ടിയിരുന്നതാ, നമുക്ക് ഇവന് ഇന്ന് കൊല്ലാം. ഈ സമയം ചെലവഴിക്കുന്നതിന് പകരം ഇവർ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ സാധിക്കും. ഇപ്പം ഇതുപോലെ തന്നെ ഒരു വ്ളോഗിങ്ങോ എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഫുഡിന്റെ വ്ളോഗിങ് ഉണ്ട്, എത്ര പേര് അങ്ങനെ ജീവിക്കും. മൊബൈൽ ഇരിപ്പുണ്ട്. പക്ഷെ ഇവിടെ ഇരുന്നിട്ട് ഈ നിരാശ പൂണ്ടിട്ട് ഈ നെഗറ്റീവ് അടിച്ച് അവരുടെ ജീവിതം നെഗറ്റീവായി പോകും. എൻ്റെ മുഖത്ത് എപ്പോഴും ചിരിയും സന്തോഷം വരുന്നത് ഞാൻ നെഗറ്റീവായിട്ടല്ല ജീവിക്കുന്നത്. ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കാനും വേദനിപ്പിക്കാതെ പോകുന്നതും അതൊക്കെയാണ് നമ്മുടെ ഒരു ഇത്. ഹൈദരാലി എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും തിരക്കിലാണ്. ഒരാൾ ചീത്ത പറയുന്ന സമയമില്ല. പിന്നെ ന്യൂസിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, അത് വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങളുടെ കർത്തവ്യമാണ്. അത് നിങ്ങൾ 100% ഡെഡിക്കേറ്റഡ് ആയി നിങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി, അവിടെ 100 കാലത്ത് ചെല്ലാന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പോയിട്ട് അത് ഞാൻ എൻ്റെ പണി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു വീഴ്ച വന്നിട്ടില്ലെന്ന്. എന്തൊക്കെ ഇപ്പം പറയുന്നില്ലേ തട്ടുകേട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ വീട്ടിലിരിക്കേണ്ടി വന്നിട്ടില്ല. അതെ അതെ.